ഒരു രാജ്യം അവിടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് പോലും ഒരു ആഡംബരമാണ്. സർക്കാർ പറയുന്നതല്ലാതെ മറ്റൊരു വാർത്ത കാണാൻ പാടില്ല. രാജ്യം വിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ജീവൻ പോലും നഷ്ടമാകും. ലോകത്തിലെ ഏറ്റവും രഹസ്യവും ഏറ്റവും കർശനവുമായി നിയന്ത്രിക്കപ്പെടുന്നതുമായ രാജ്യങ്ങളിലൊന്നാണ് ഉത്തര കൊറിയ. ഇന്ന് നാം കാണാൻ പോകുന്നത് ഉത്തര കൊറിയയെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യാവകാശ സംഘടനയും ഐക്യരാഷ്ട്രസഭയും വർഷങ്ങളായി രേഖപ്പെടുത്തിയ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ കഥകളും സ്ഥിരീകരിക്കപ്പെട്ടവയല്ല എന്നതും ഓർക്കണം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? വരൂ അറിയാം. ഉത്തര കൊറിയയെ പലരും ഹെർമിറ്റ് കിങ്ഡം അഥവാ ലോകത്തിൽ നിന്ന് സ്വയം ഒറ്റപ്പെട്ട രാജ്യമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാധാരണയായി ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലെയും ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണാം, വിദേശ വെബ്സൈറ്റുകൾ സന്ദർശിക്കാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. എന്നാൽ ഉത്തര കൊറിയയിൽ ഇവയിൽ പലതിനും കർശന നിയന്ത്രണങ്ങളുണ്ട്. വിദേശ സിനിമകളും സംഗീതവും പുസ്തകങ്ങളും സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമല്ല. രാജ്യത്തിനകത്തെ വിവരപ്രവാഹം സർക്കാർ നിയന്ത്രിക്കുന്നതിനാൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളിൽ വലിയൊരു പങ്കും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെയാണ് എത്തുന്നത്. ഉത്തര കൊറിയയിൽ ഭരണകൂടത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. രാജ്യത്തിൻ്റെ നേതാക്കളെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങളും നിയമങ്ങളും നിലവിലുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. പൊതുയിടങ്ങളിൽ നേതാക്കളുടെ ചിത്രങ്ങളും പ്രതിമകളും വ്യാപകമായി കാണാം. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും നേതാക്കളെക്കുറിച്ചുള്ള പഠനങ്ങളും പരിപാടികളും പതിവാണ്. മനുഷ്യാവകാശ സംഘടനകളുടെ അഭിപ്രായത്തിൽ ഭരണകൂടത്തെ തുറന്ന് വിമർശിക്കുന്നത് വലിയ അപകട സാധ്യത സൃഷ്ടിച്ചേക്കാം. അതിനാൽ പൊതുവേദികളിൽ സ്വന്തം അഭിപ്രായം സ്വതന്ത്രമായി പറയാൻ പലർക്കും ഭയമാണെന്നാണ് ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മളൊരു വാർത്ത അറിയാൻ മൊബൈൽ എടുത്താൽ മതി. എന്നാൽ ഉത്തര കൊറിയയിൽ സാധാരണ ജനങ്ങൾക്ക് ആഗോള ഇന്റർനെറ്റ് ലഭ്യമാകുന്നത് വളരെ പരിമിതമാണ്. രാജ്യത്തിനകത്ത് ആഭ്യന്തര നെറ്റ്വർക്കുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള വെബ്സൈറ്റുകളിലേക്കുള്ള സ്വതന്ത്ര പ്രവേശനം സാധാരണ പൗരന്മാർക്ക് ലഭ്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ പരിധി നിയന്ത്രിക്കപ്പെടുന്നു. പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമായിരിക്കാമെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു. നമ്മൾ ഓരോ ദിവസവും എവിടെ പോകണം, എന്ത് ജോലി ചെയ്യണം, എന്ത് സിനിമ കാണണം, ഏത് വാർത്ത വായിക്കണം എന്നൊക്കെ സ്വയം തീരുമാനിക്കുന്നു. എന്നാൽ ഉത്തര കൊറിയയിൽ പല മേഖലകളിലും സർക്കാരിന്റെ നിയന്ത്രണം വളരെ ശക്തമാണെന്നാണ് മനുഷ്യാവകാശ റിപ്പോർട്ടുകൾ പറയുന്നത്. ചില മേഖലകളിൽ ജോലി നിയമനം, താമസം, യാത്ര എന്നിവയ്ക്കും നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. രാജ്യത്തിനകത്ത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നതിനും ചില സാഹചര്യങ്ങളിൽ അനുമതി ആവശ്യമായേക്കാമെന്ന് വിവിധ പഠനങ്ങൾ പറയുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ വിമർശിക്കുന്നതോ വ്യത്യസ്ത അഭിപ്രായം പറയുന്നതോ സാധാരണ അവകാശമാണ്. എന്നാൽ ഉത്തര കൊറിയയെക്കുറിച്ചുള്ള നിരവധി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത് ഭരണകൂടത്തെ തുറന്ന് വിമർശിക്കുന്നത് വലിയ അപകട സാധ്യത സൃഷ്ടിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ പലരും ഭയപ്പെടുന്നുവെന്നാണ് രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ട ചിലരുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉത്തര കൊറിയയിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കപ്പെടുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലെ രാഷ്ട്രീയ കുറ്റങ്ങൾ ചുമത്തപ്പെടുന്ന ചിലരെ തടങ്കൽ കേന്ദ്രങ്ങളിലേക്കോ തൊഴിൽ ക്യാമ്പുകളിലേക്കോ അയച്ചിട്ടുണ്ടെന്ന ആരോപണങ്ങൾ വർഷങ്ങളായി ഉയരുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ കുടുംബാംഗങ്ങൾക്കും പ്രതികൂല ഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരം എല്ലാ അവകാശങ്ങളുടെയും എല്ലാ വിശദാംശങ്ങളും സ്വതന്ത്രമായി പരിശോധിക്കാൻ പ്രയാസമാണെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഉത്തര കൊറിയയിലെ ചില തടങ്കൽ കേന്ദ്രങ്ങളിൽ കടുത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന ആശങ്ക വർഷങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ കഠിനാധ്വാനം, പരിമിതമായ ഭക്ഷണം, മോശം ജീവിത സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് രക്ഷപ്പെട്ടവരുടെ സാക്ഷ്യങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിനകത്ത് സ്വതന്ത്ര അന്വേഷണം നടത്താൻ പരിമിതികൾ ഉള്ളതിനാൽ ലഭ്യമായ വിവരങ്ങളിൽ പലതും ഉപഗ്രഹ ചിത്രങ്ങൾ, സാക്ഷിമൊഴികൾ, അന്താരാഷ്ട്ര അന്വേഷണങ്ങൾ എന്നിവയെ ആശ്രയിച്ചുള്ളതാണ്. എല്ലാ വർഷവും ചിലർ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇത് അതീവ അപകടകരമായ യാത്രയാണ്. അതിർത്തി കടക്കുന്നതിനിടയിൽ പിടിക്കപ്പെടുകയോ ഇടനില രാജ്യങ്ങളിൽ തിരിച്ചറിയപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വിജയകരമായി രക്ഷപ്പെട്ട ചിലരുടെ അനുഭവങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അതിൽ വിജയിക്കാനാവുന്നില്ല. ലോകം എന്തുകൊണ്ട് ഉത്തര കൊറിയയെ നിരന്തരം നിരീക്ഷിക്കുന്നു? ഉത്തര കൊറിയയെക്കുറിച്ച് ലോകം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് അവരുടെ ആണവായുധ മിസൈൽ പദ്ധതികളാണ്. വർഷങ്ങളായി ഉത്തര കൊറിയ നിരവധി മിസൈൽ പരീക്ഷണങ്ങളും ആണവ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയിലും പല രാജ്യങ്ങളിലും
സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ ഉപരോധങ്ങളുടെ ലക്ഷ്യം സർക്കാരിന് സമ്മർദ്ദം സൃഷ്ടിക്കുകയാണെങ്കിലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് വിവിധ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് നമ്മളൊരു സംഭവം നടന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വീഡിയോയും ചിത്രങ്ങളും കാണുന്നു. പക്ഷേ ഉത്തര കൊറിയയിൽ നിന്ന് വിശ്വസനീയമായ വിവരങ്ങൾ പുറത്തു വരുന്നത് വളരെ പരിമിതമാണ്. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനാൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ പലതും ഉപഗ്രഹ ചിത്രങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ടുകൾ, ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ അനുഭവങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് ലോകം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ കഥകളും യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഉത്തര കൊറിയയിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒരു രാജ്യത്തിന്റെ സർക്കാരിനെയും അവിടുത്തെ സാധാരണ ജനങ്ങളെയും ഒരുപോലെ കാണാൻ പാടില്ല. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഭരണകൂടമാണ്. എന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് പലപ്പോഴും സാധാരണക്കാരാണ്. ദാരിദ്ര്യം, ഭക്ഷ്യക്ഷാമം, വിവരപരിമിതി, സാമ്പത്തിക ഉപരോധങ്ങൾ ഇവയെല്ലാം ചേർന്ന് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നാണ് വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കിന്ന് സ്വതന്ത്രമായി സംസാരിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, സിനിമകൾ കാണാം, ഇഷ്ടമുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കാം. ഇവ നമ്മൾ പലപ്പോഴും സ്വാഭാവികമായി കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ ഇന്നും വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നത് എത്ര വലിയൊരു മൂല്യമാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഉത്തര കൊറിയയെക്കുറിച്ച് ലോകം കേൾക്കുന്ന പല കഥകളും അതിശയിപ്പിക്കുന്നതാണ്. എന്നാൽ വിശ്വസനീയമായ റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കപ്പെടാത്ത അവകാശവാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം ഒരു രാജ്യത്തെ അപമാനിക്കുകയല്ല, മറിച്ച് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിൽ വർഷങ്ങളായി ഉയർന്നു വരുന്ന മനുഷ്യാവകാശ ആശങ്കകളും വിവരങ്ങളും ലളിതമായി അവതരിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കൂ. ഇത്തരത്തിലുള്ള ലോകത്തിലെ നിഗൂഢവും കൗതുകരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.